നമുക്കിനി മൊഡ്യൂൾ 2 പോവാം. ഒപ്റ്റിക്സ്. അതിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് റിവിഷൻ ക്ലാസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവും, വളരെ ഡീറ്റെയിൽ ആയിട്ട് പോവില്ല, അതിന് നേരം നമുക്കില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, അതുപോലെ തന്നെ അതിലെ 2 ലോസ് ആണ്. അപ്പോൾ എന്താ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിലൊരു റിഫ്ലക്ഷൻ സർഫസ് ഉണ്ടായിരിക്കും, ഒരു ഇൻസിഡൻറ്റ് റേ അല്ലെങ്കിൽ റേ പതിക്കുന്ന റേനെ ഇൻസിഡൻറ്റ് റേ എന്ന് പറയും. ഒരു റേ വരും, അതേ മീഡിയത്തിൽ തിരിച്ചു പോകും, അതാണ് റിഫ്ലക്ടർ റേ എന്ന് പറഞ്ഞാൽ. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റിലേക്ക് നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ അതാണ് നോർമൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ ഇൻസിഡൻറ്റ് റേയും ഈ നോർമൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ഐ, ഇൻസിഡൻറ്റ് ആംഗിൾ. ഈ റിഫ്ലക്ടർ റേയും നോർമൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് റിഫ്ലക്റ്റഡ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് സംഭവങ്ങളുള്ളത്. നിങ്ങൾ ഫിഗർ വരച്ചാൽ മതി. ക്വസ്റ്റ്യൻ വെച്ചാൽ നിങ്ങൾ ഫിഗർ വരച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഫിഗർ വരയ്ക്കുക, ജസ്റ്റ് മെൻഷൻ ചെയ്യുക എന്താണ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻസിഡൻറ്റ് ആംഗിൾ, ആർ എന്ന് പറഞ്ഞാൽ റിഫ്ലക്ടർ ആംഗിൾ, പിന്നെ അത്രയും മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതായി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ 2 ലോസ് എന്നുള്ളതാണ്. സംഭവം ഒന്നുമില്ല, ലോസ് എത്ര പറയണുള്ളൂ. അതായത് ഈ വരുന്ന ഇൻസിഡൻറ്റ് റേയും, അതായത് ഇവിടെ ഈ ഇൻസിഡൻറ്റ് റേയും ഈ റിഫ്ലക്ടർ റേയും ഈ നോർമലും ഒരേ പ്ലെയിനിലായിരിക്കും എന്നുള്ളതാണ്. അത് ഒന്നാമത്തെ ലോ. ഓക്കെ, ഇനി രണ്ടാമത്തെ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻസിഡൻറ്റ് ആംഗിളും ഈ റിഫ്ലക്ടർ ആംഗിളും എപ്പോഴും സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അവിടെ എഴുതിയിട്ടുണ്ട്, the incident ray, reflected ray and normal to the surface all lie in the same plane. The angle of incident is always equal to angle of reflection എന്ന് പറഞ്ഞാൽ I equal to R. ഈ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഇതൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. ഈ പ്രോബ്ലം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഏത് തരത്തിൽ പ്രോബ്ലം ചോദിക്കാം നമുക്ക്. അപ്പോൾ ഇത് ചെയ്യേണ്ട നമ്മൾ പഠിക്കേണ്ട ഒറ്റ ഇക്വേഷനേ ഉള്ളൂ. ഒരു കോൺകേവ് ലെൻസിനോ കോൺവെക്സ് ലെൻസിനോ അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് എങ്കിൽ നിങ്ങൾ എഴുതേണ്ട ഒറ്റ ഇക്വേഷൻ ആണ് 1/f equal to 1/v minus 1/u. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കാം. പിന്നെ അതുപോലെ ഇത് ചോദിക്കാറുള്ള മാഗ്നിഫിക്കേഷൻ ആണ്. അതിൻ്റെ ഇക്വേഷൻ ആണ് m equal to v divided by u. ഈ 2 ഇക്വേഷൻസ് എല്ലാ പ്രോബ്ലം ചോദിച്ചാലും, കോൺകേവും കോൺവെക്സും ഏത് പ്രോബ്ലം ചോദിച്ചാലും നിങ്ങൾ ഈ 2 ഇക്വേഷൻ ചെയ്ത് വെക്കണം. ഓക്കെ, അതിന് മാർക്കുണ്ട്. ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യാന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ. ഇതിൽ നമുക്ക് അറിയേണ്ട കാര്യം ഒന്ന് എഫ് ആണ്. എഫ് എന്ന ഫോക്കൽ ലെങ്ത് ആണ്, അവിടെ കൊടുത്തിട്ടുണ്ട് 20 സെന്റിമീറ്റർ. അപ്പോൾ 20 സെന്റിമീറ്റർ എന്ന് എഴുതാം. ഇത് കോൺകേവ് ആയതുകൊണ്ട് ഇവിടെ മൈനസ് ഇടാം. ഓക്കെ, ഇനി അടുത്തത് ഡിസ്റ്റൻസ് 35 സെന്റിമീറ്റർ ഫ്രം ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ യു ആണ്. യു എന്ന് പറഞ്ഞത് എത്രയാണ്? 35 ആണ്. ഒബ്ജക്റ്റ് എവിടെയും കണ്ടാൽ 35. ഈ ഇമേജ് എന്ന് കണ്ടാൽ അത് വി ആണ്. അത് നമുക്ക് കണ്ടുപിടിക്കണം. അത് കൊടുത്തിട്ടില്ല, ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ഇമേജ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ശ്രദ്ധിക്കേണ്ട കാര്യം, യു എപ്പോഴും എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ, നമ്മൾ എഴുതണം. യു മൈനസ് ആയിരിക്കും. എഫ് കോൺകേവ് ആണെങ്കിൽ മൈനസ് ആയിരിക്കും. കോൺവെക്സാ ചോദിക്കണമെങ്കിൽ എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും കേട്ടോ. അത് ഓർത്ത് വെക്കാം. ഓക്കെ, ഇത്രയും കാര്യം ഓർത്ത് വെക്കാം. ഇത് വെച്ച് ഏത് പ്രോബ്ലം ചെയ്യാൻ പറ്റും? പ്രോബ്ലം ചെയ്തു പോകുന്നില്ല, നിങ്ങൾ ഈ സംഭവം ഓർത്ത് വെക്കുക. എന്താണ് 1/f equal to 1/v minus 1/u, m equal to v/u. ഈ എം കാണാൻ പറഞ്ഞാൽ മതി. നമുക്ക് ഈ യുവും കിട്ടുന്ന വിയും വെച്ച് നമുക്ക് എം കാണാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. വാട്ട് ഡു യു മീൻ ബൈ ടോട്ടൽ ഇന്റർ റിഫ്ലക്ഷൻ? വാട്ട് ആർ ദ കണ്ടീഷൻസ് ഫോർ ടോട്ടൽ ഇന്റർ റിഫ്ലക്ഷൻ? ഓക്കെ, അപ്പോൾ അത് അറിയാൻ വേണ്ടി ഒരു ഫിഗർ വരയ്ക്കാം. ഇതാണ് ഫിഗർ, കണ്ടോ? ഇത് ചോദിച്ചാൽ നിങ്ങൾ ആകെ എഴുതേണ്ടത് എന്താണ്? ഈ ഫിഗറിൽ വരച്ചു വെക്കുക. ഐക്ക് എഴുതാൻ സി എന്ന് എഴുതുക, ആർക്ക് എഴുതാൻ 90 എന്ന് എഴുതുക. അതോടൊപ്പം തന്നെ ഇവിടെ എഴുതേണ്ടത് ഡെൻസർ മീഡിയം. ഈ അടിഭാഗത്ത് ഡെൻസർ മീഡിയം എന്ന് എഴുതാം. ഡെൻസർ, ഇവിടെ റയറർ മീഡിയം എന്ന് എഴുതാം. ഡെൻസർ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി കൂടിയത്, റയർ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി കുറഞ്ഞത്. അതായത് ലൈറ്റ് റേ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയർ മീഡിയത്തേക്ക് പോകണം. ഇത് ഡെൻസർ മീഡിയം ആണ്, ഇത് റയർ മീഡിയം. ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ റയർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ പ്രത്യേക ആംഗിൾ എത്തുന്ന സമയത്ത് ഈ ഡെൻസർ മീഡിയത്തിൽ നിന്ന് വരുന്ന റേ ഡെൻസർ മീഡിയത്തിൽ തിരിച്ചു പോകും. ഇതാണ് ടോട്ടൽ ഇന്റർ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ. അതിന് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പഠിക്കാനുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. സംഭവം അത്രേ ഉള്ളൂ. സപ്പോസ് ലൈറ്റ് ഇങ്ങനെ വരികയാണ്. ലൈറ്റ് ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? റേ ഇങ്ങനെ പോകാൻ നിർത്തുക. ഇനി ലൈറ്റ് ഒന്ന് മാറി, ആംഗിൾ ഒന്ന് ചേഞ്ച് ചെയ്തു, അപ്പോൾ റേ ഇങ്ങനെ പോകും. ഒന്നും കൂടി ചേഞ്ച് ചെയ്താൽ എന്ത് ചെയ്യും? റേ ഇങ്ങനെ പോകാൻ നിർത്താം. അതായത് റേ ഇങ്ങനെ വരുന്നു, റേ ഇങ്ങനെ പോകുന്നു. ഇപ്പോഴും മീഡിയം മാറിയിട്ടില്ല അല്ലേ? ഇനി ഈ ആംഗിൾ ഒന്നും കൂടി മാറി ഇങ്ങനെ പോയി നിർത്താം ആംഗിൾ. അപ്പം എന്താ സംഭവിക്കും? ഈ റേ ഇങ്ങനെ പോകും. ഇതാണ് ഈ ഫിഗർ വരച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒരു പെർട്ടിക്കുലർ ആംഗിൾ എത്തുമ്പോൾ ലൈറ്റ് റേ എന്ത് ചെയ്യുന്നത്? തിരിച്ചു പോകുന്നുണ്ട്. അതെപ്പോഴാണ് തിരിച്ചു പോകുന്നത്? ഈ 90 ഡിഗ്രിനേക്കാളും കൂടുമ്പോൾ അല്ലേ? ഈ റേ ഇത് 90 ഡിഗ്രി ആണല്ലോ. ഈ ലൈറ്റ് റേ എങ്ങനെ പോയി? അതിനേക്കാളും കൂടിയ ആംഗിളിലേക്ക് ഈ ആംഗിൾ മാറുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? തിരിച്ച് അങ്ങോട്ട് പോകുന്നത്. ഓക്കെ.
ഓക്കെ, അതാണ് ഇവിടെ വരച്ച സംഭവം. കണ്ടോ, ഇതാണ് നിങ്ങൾ ഇവിടെ R90 ഉദ്ദേശിച്ചത് എന്താ? ഈ ആംഗിൾ ഉണ്ടല്ലോ, ഈ ആംഗിൾ 90-നേക്കാളും കൂടുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അല്ലെങ്കിൽ I greater than C എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെയുള്ള ഇൻസിഡന്റ് ആംഗിൾ ഉണ്ടല്ലോ, ഈ ഇൻസിഡന്റ് ആംഗിൾ, ഇതാണ് ഇൻസിഡന്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ. ഇതാണ് I എന്ന് പറയുന്നത് ഇത് 90 ആകുമ്പോൾ ഉണ്ടാകുന്ന ആംഗിളിനേക്കാളും കൂടുമ്പോഴാണ് ഇത് നടക്കുന്നത് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ ഫിഗർ നിങ്ങൾ പഠിക്കുക. ഒന്നും ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ ഈ ഫിഗർ എല്ലാ കാര്യങ്ങളും ഓർത്ത് വെക്കുക. ഇതിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ പറഞ്ഞ തന്നെയാണ്. എന്താ കണ്ടീഷന്? എന്താ? ലൈറ്റ് ഷുഡ് ബി ട്രാവൽ ഫ്രം ഡെൻസർ ടു റെയർ മീഡിയം, ആംഗിൾ ഓഫ് ഇൻസിഡന്റ് greater than ക്രിട്ടിക്കൽ ആംഗിൾ. ഇത്രേ ഉള്ളൂ. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആകുമ്പോൾ എന്താണോ ഇൻസിഡന്റ് ആംഗിൾ അതാണ് ക്രിട്ടിക്കൽ ആംഗിൾ. അത്ര കൊടുത്താൽ മതി കേട്ടോ. ഇനി അപ്പോൾ അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ഒപ്റ്റിക്കൽ ഫൈബർ എന്നാണ്. ഓക്കെ, ഔട്ട്ലൈൻ സ്ട്രക്ചർ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ, ഹിസ്റ്ററി 3 ആപ്ലിക്കേഷൻ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ. അപ്പോൾ ഔട്ട്ലൈൻ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇതാണ് വരയ്ക്കേണ്ടത് കേട്ടോ. ഒരു ഫിഗർ വരച്ചേക്ക്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതിൽ കോറും ക്ലാഡിംഗ് ഒക്കെ ഉണ്ട്. ഉള്ളിലുള്ളതാണ് കോർ എന്ന് പറയും, പുറത്തുള്ള ഇതാണ് ക്ലാഡിംഗ് എന്ന് പറയും. ഇത് ഇൻസെൻറ്ററെ ഇതിങ്ങനെ സിഗ്സാഗ് പോലെ വരച്ചേക്കുക. ഈ 3 പോയിന്റ് ഒക്കെ എഴുതി വെക്കുക. എന്ത്? ഡിവൈസ് വിച്ച് വർക്ക് ഓൺ ടോട്ടൽ റിഫ്ലക്ഷൻ. അപ്പോൾ നടക്കുന്നത് ടോട്ടൽ റിഫ്ലക്ഷൻ ആണ്. അപ്പോൾ അതിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? ടോട്ടൽ റിഫ്ലക്ഷൻ ആണ്. ലൈറ്റ് ട്രാൻസ്മിറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ വിത്തൗട്ട് എനർജി ലോസ്. അതായത് എന്തിനാ ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കുന്നത് വെച്ചാൽ ദൂര സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഒരു സിഗ്നലിനെ പായിക്കണം എന്നുണ്ടെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ ആണ് ബെസ്റ്റ് മെത്തേഡ്. അത് നമ്മുടെ ഈ വൈഫൈൻ്റെ മറ്റേ മോഡലിലേക്ക് വന്ന വയർ, കേബിൾ വയർ, ഇതൊക്കെ ഒപ്റ്റിക്കൽ ഫൈബറാണ്. അതായത് സാധാരണ ഇലക്ട്രിക് സിഗ്നലിനേക്കാളും വളരെ സ്പീഡിൽ ലൈറ്റ് സഞ്ചരിക്കും. അപ്പോൾ ആ ഇലക്ട്രിക് സിഗ്നൽ ലൈറ്റാക്കി കൺവേർട്ട് ആക്കുന്ന ഒരു പ്രതിഭാസമൊക്കെയാണ് ഈ ഒപ്റ്റിക്കൽ ഫൈബർ നടക്കുന്നത്. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ ഉദ്ദേശിക്കുന്നത് അവിടെ ട്രാവൽ ചെയ്യുന്നത് ലൈറ്റാണ്, എനർജി ലോസ് ഇല്ലാതെ ഒരു സ്ഥലത്തേക്ക് പോകും. ഓക്കെ, ഓർത്ത് വെക്കുക. ഇവിടെ പോയിന്റ് ഉണ്ട്, അത് നോട്ട് ചെയ്താൽ മതി. ഇനി ഇതിൽ ജസ്റ്റ് ഒന്ന് മണി എഴുതാൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ റിഫ്ലക്ഷൻ ആണ്. ലൈറ്റ് ഇൻസിഡന്റ് ഓൺ ദ കോർ ക്ലാഡിംഗ് സെപ്പറേഷൻ അറ്റ് ആംഗിൾ ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണിത്. ഏതെങ്കിലും 3 ആപ്ലിക്കേഷനും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി ഇത് എവിടെയൊക്കെ ഉപയോഗിക്കുന്നത് വെച്ചാൽ മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ടെലി കമ്മ്യൂണിക്കേഷനിൽ നമ്മുടെ ഈ പിന്നെ TV സിഗ്നൽ, അതുപോലെ കേബിൾ സംഭവം ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ ഒന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, സിമ്പിളാണ് പരിപാടി. അപ്പോൾ ഇത്രയാണ് മൊഡ്യൂൾ 2 നമുക്ക് പറയാനുള്ളത്. ഇനി ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് പ്രോബ്ലംസ് നോക്കണം. കോൺകേവ് കോൺവെക്സിന്റെ പ്രോബ്ലംസ് നോക്കണം. പിന്നെ ഇമേജ് ഫോർമേഷൻ എന്ന സംഭവമുണ്ട്. അതായത് നിങ്ങൾ കണ്ടുണ്ടോ, ഇങ്ങനെ ഒരു സംഭവം വരച്ചിട്ട് കോൺകേവ് ലെൻസ് ഇവിടെ ഇമേജ് വെക്കുന്നു, അങ്ങനെ പോകുന്നു, ഇമേജ് ഉണ്ടാകുന്നു എന്നുള്ള സംഭവമല്ലേ. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കട്ടെ, അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇത്രയെങ്കിലും എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം. ഓക്കെ, നമുക്ക് അടുത്ത മൊഡ്യൂളിലേക്ക് പോകാം.